പ്രൈസ് ലോർഡ്. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ വളരെ അനുഗീതമായ പകലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാരിടമാം ഈ പാഴ്മണിലൂടെ പർദീസം ചെയ്യുന്ന നമുക്ക് ഒന്നിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിപ്പാൻ ഈ ആയുസ്സിൽ ദൈവം നൽകിയ വിലയേറിയ അവസരമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ രക്തത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവാദനം നൽകുന്നു. വിശേഷ കർത്താവിൻ്റെ അഭിഷിക്തൻ PM ജോയ് പാസ്റ്റർ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തോടൊപ്പമുള്ള അനുഗ്രഹീതരായ ദൈവവൃത്തന്മാരെ ഓർക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ, ഗായസംഘത്തെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. 29 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായി ബഹ്റിനിൽ ദൈവവചനം പ്രസംഗിക്കാൻ വരുന്നത്. 96-ൽ. അന്നുണ്ടായിരുന്ന എത്ര പേരോട് ഇരിപ്പുണ്ട്? അത്രയും പേരേ ഉള്ളൂ. 29 വർഷം ശേഷം വീണ്ടും കാണാൻ കഴിയുന്ന കൃപയും ഭാഗ്യവുമാണ്. നാട്ടിൽ നിങ്ങളുടെ എല്ലാം സ്ഥലത്ത് എത്രയോ തവണ ഞാൻ വന്നു. നിങ്ങളവിടെ ഇല്ലാഞ്ഞ എൻ്റെ കുഴപ്പമല്ല. എങ്കിലും ഇവിടെ വന്ന് കാണാൻ ദൈവമുണ്ടാക്കി. സമയം വളരെ പോയി. അതുകൊണ്ട് ഇനി ഇൻട്രഡക്ഷൻസ് നീട്ടുന്നില്ല. 31-ാം സങ്കീർത്തനം 19-ാം വാക്യം വായിക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന പോലെ 4 പതിറ്റാണ്ടായി ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു. കർത്താവ് ഇതുവരെ നിർത്തി. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്ന് എനിക്കറിയാം. സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ എൻ്റെ മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. 31-ാം സങ്കീർത്തനം 19-ാം വാക്യം വായിക്കാം. യെസ്. നിന്റെ ഭക്തന്മാർക്കൂടെ നീ സംഗ്രഹിച്ചതും നിലാശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുത്. ഈ വചനത്തിനായി കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ദൈവഭക്തന്മാർക്കുള്ള നിരവധി അനുഗ്രഹങ്ങൾ വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അതിനുമുമ്പ് ഭക്തൻ ആരാണെന്ന് മനസ്സിലാക്കണം. ഭക്തി എന്നതിനെ വിശുദ്ധ ബൈബിളിൽ 4 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത് ഉപയോഗിച്ചിരുന്ന പദം ഫിയർ എന്ന പദമാണ്, ഭയം. രണ്ടാമത് ഉപയോഗിച്ചിരുന്ന പദം റവറൻസ് എന്ന പദമാണ്, ബഹുമാനം. മൂന്നാമത് ഉപയോഗിച്ചിരുന്ന പദം ലവ് എന്ന പദമാണ്, സ്നേഹം. നാലാമത് ഉപയോഗിച്ചിരുന്ന പദം ഒബീഡിയൻസ് എന്ന പദമാണ്, അനുസരണം. ഭക്തി എന്നൊരു വാക്കിന് 4 അർത്ഥമുണ്ട്. 1 ഭയം, പറഞ്ഞാട്ട്. 2 ബഹുമാനം. 3 സ്നേഹം. 4 അനുസരണം. ദൈവഭക്തൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി, എല്ലാവരേക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ ഭയപ്പെടും അവനാണ് ദൈവഭക്തൻ. എല്ലാവരേക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ ബഹുമാനിക്കും അവനാണ് ദൈവഭക്തൻ. എല്ലാവരേക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് കർത്താവിനെ സ്നേഹിക്കും അവനാണ് ദൈവഭക്തൻ. എല്ലാവരേക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ആര് കർത്താവിനെ അനുസരിക്കും അവനാണ് ഭക്തൻ. ഇന്ത്യയിൽ 1000-ഓളം ദൈവമക്കൾ ആരാധിക്കുന്ന ഒരു സഭയിൽ ഒന്നിലധികം തവണ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആരാധനയുടെ പ്രത്യേകത, ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കൾ മുമ്പിൽ നിന്ന് ഇരുന്ന് തുടങ്ങും. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല. വരുന്നവർ മുട്ടുകുത്തി ആദ്യം ദൈവത്തോട് സംസാരിക്കും. ഞാൻ ലോകം മുഴുവൻ പോയി, നമുക്കെല്ലാം ഓരോ സീറ്റുണ്ട്, ഇരിപ്പിടമുണ്ട്. അവിടെ നമ്മൾ മാറില്ല. നമുക്ക് ക്രമമില്ലെങ്കിലും ക്രമമുണ്ട്. ആദ്യം ഒരു പാട്ട് പാടണം, അതിൽ ആത്മാവാലാകരുത്. രണ്ടാമത് പാടണം, അതിൻ്റെ ലാസ്റ്റ് ചാൻസ് അങ്ങനെ കൂടെ പാടുമ്പോഴേ ആത്മാവിലാവൂ. ക്രമമുണ്ട്. നമ്മുടെ സ്ഥിരം സീറ്റിൽ നമ്മൾ മാറാറില്ല. അതുപോലെ പ്രാർത്ഥിക്കാൻ തന്നെ ഉണ്ട്. എല്ലാവരും എന്നെ നോക്കുന്നിങ്ങനെ ക്രമമുണ്ട്. എന്നാൽ ആ ആരാധനയുടെ പ്രത്യേകത, വരുന്നവർ മുമ്പിൽ നിന്ന് ഇരുന്ന് തുടങ്ങും. അവർ മുട്ടിന്മേൽ നിൽക്കും. അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുവാൻ തുടങ്ങും. അവർ ഒന്നിച്ച് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇങ്ങനെ പറയും, എല്ലാറ്റിനേക്കാളുപരി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. ഈ ആരാധനയ്ക്ക് വന്ന എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ കൈകൾ സ്വർഗത്തേക്ക് ഉയർത്തി തൻ്റെ ഇടത്തോട് പറയാൻ കഴിയും, എല്ലാവരേക്കാളുപരി, എല്ലാറ്റിനേക്കാളുപരി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ, എൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ, എൻ്റെ ജോലിയേക്കാൾ എനിക്ക് വലിയത്, എൻ്റെ ജീവനേക്കാൾ വലുതെൻ്റെ കർത്താവാന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമൈതൽ വാ തുറന്ന് കൈകളടിച്ച് ശക്തിയോടെ പിശാചികൾക്ക് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കരവും ചലിപ്പിച്ചാട്ട്, യേശുവിൻ്റെ നാമത്തിൽ കരമടിച്ചു പറഞ്ഞാട്ട്, എനിക്ക് എല്ലാറ്റിലും വലുതെൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഭക്തന്മാർക്കുള്ള 20ഓളം അനുഗ്രഹങ്ങൾ വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 കാര്യങ്ങൾ പറയാനേ നമ്മുടെ മുമ്പിൽ നേരമുള്ളൂ. ഇന്ന് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: തന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിലാശ്രയിക്കുന്നവർക്ക് വേണ്ടി ആര് കാണുകെ, മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുത്. 1 ദൈവം തൻ്റെ ഭക്തന് വേണ്ടി നന്മ
കരുതി വെക്കുന്നു, നന്മ നോക്കി വെക്കുന്നു, നന്മ സംഗ്രഹിച്ചു വെക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യുന്ന ജോലി ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതാണ്. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചതാണ്. നിങ്ങളുടെ തുണകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചതാണ്. നിങ്ങളെ ആരാധിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ദൈവം നോക്കി വെച്ചതാണ്. ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും വീടിലെ ഭാരപ്പെടരുത്, ജോലിയിലെ ഭാരപ്പെടരുത്. യേശുവിൻ്റെ നാമത്തിൽ പറ, ദൈവം എനിക്ക് വേണ്ടി നോക്കി വെച്ചിട്ടുണ്ട്. വാതുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാണ്. ഒന്ന് ശക്തിയോടെ കരം പഠിച്ചുകൊണ്ട് പറ, കർത്താവ് കരുതി വെച്ചിട്ടുണ്ടെന്ന് പറ, കർത്താവ് നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറ. ദൈവം നോക്കി വെക്കുന്നവനാണോ? എഗസ്കേൽ പ്രവചനം 20-ാം അധ്യായം 6-ാം വാക്യം. പെട്ടെന്ന് വാക്യം വായിക്കണം. എഗസ്കേൽ പ്രവചനം 20-ാം അധ്യായം 6-ാം വാക്യം. ഞാനവരെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാനവർക്ക് വേണ്ടി, വായിക്കാനും വായിക്കേ, ഞാനവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതുമായ വാഗ്ദത്തദേശത്തേക്ക്, കനാൻ ദേശത്തേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു. നമുക്കും കൈ ഉയർത്തി ഒരു സ്തോത്രം പറയാൻ ശക്തിയാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടും മുമ്പ് തന്നെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി കനാനിൽ നോക്കി വെച്ചു. നീ രക്ഷിക്കപ്പെട്ട ശേഷമല്ല ദൈവീയ കരുതലുകൾ, അതിനു മുമ്പേ ദൈവം നിനക്ക് വേണ്ടി കരുതി. ദൈവം നോക്കി വെക്കുന്നവനാണ്, ദൈവം കരുതി വെക്കുന്നവനാണ്, ദൈവം സംഗ്രഹിച്ചു വെക്കുന്നവനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം നോക്കി വെക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും. ദൈവം കരുതി വെക്കുന്നത് ഏറ്റവും ഉന്നതകരമായിരിക്കും. പാലും തേനും ഒഴുകുന്നു. എന്നെ നോക്കിയേ, ദൈവം നിനക്ക് വേണ്ടി വീടും ജോലിയും ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്, നിത്യതയും നോക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി തക്ക തുണകളെ നോക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്തോത്രം കേട്ടില്ല? തക്ക തുണകളെ, ഇണയല്ല തുണയെ, തുണയല്ല തക്ക തുണയെ ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇണകളെ അല്ല തുണകളെ നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ ബസ് സ്റ്റാൻഡിലും കോളേജ് ക്യാമ്പസിലും YPA ക്യാമ്പിലും ഇണയെ നോക്കി അലയണ്ട. സ്തോത്രം കേട്ടില്ല? ഒരു ചെറുക്കൻ വേദവസം തുറന്നു. ഞാൻ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം കല്യാണം നടന്നതാണ്. നിങ്ങളൊരു കല്യാണം കാണുന്നുണ്ട്. വേദവസം തുറന്ന് രാവിലെ വായിച്ചു, തുറന്നപ്പം കിട്ടി 21-ാം സങ്കീർത്തനമാണ്. ഗുഡ്നസ് ആൻഡ് മേഴ്സി ഷാൽ ഫോളോ മീ. ഗുഡ്നസ് ആൻഡ് മേഴ്സി. ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പം തൊലി വെള്ളത്തിൽ പെങ്കൊച്ച് നിൽക്കുന്നു. അവളോട് ചോദിച്ചു, വെച്ച് നിൻ്റെ പേരെന്താടി? അവൾ പറഞ്ഞു മേഴ്സി എന്നാണ്. എന്തോ നടത്തിപ്പാ മേഴ്സി ഷാൽ ഫോളോ മീ എന്നെ പറയുന്നുവാ. നിങ്ങൾക്കറിയാമോ, ലോകമെങ്ങുള്ള പെന്തക്കോസുകാർ കരയുന്ന 2 കാര്യത്തിലാണ്. ഒന്ന്, വഴിവിട്ടു പോകുന്ന മക്കൾ. 2, തകരുന്ന കുടുംബ ബന്ധം. ഇതൊന്നും ആരും എങ്ങും പ്രസംഗിക്കില്ല. പണ്ട് ഡൈവോഴ്സ് എന്നതില്ലായിരുന്നു. ഇന്നിപ്പം മലയാള മനോരമ സൺഡേ സപ്ലിമെൻറ്റിലുണ്ടായിരുന്നു, തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം നേടിയ വരൻ വധുവിനെ അന്വേഷിക്കുന്നു. ഇപ്പം ക്രിസ്തീയ പത്രങ്ങളിലും അത് വരാൻ തുടങ്ങി. എന്താ പരസ്യം? തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം നേടിയ വരൻ വധുവിനെ അന്വേഷിക്കുന്നു. ഇങ്ങോട്ട് മാറി അവളും കൊടുത്തിട്ടുണ്ട്, തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം നേടിയ വധു വരനെ അന്വേഷിക്കുന്നു. അവർ രണ്ടുപേരും പറഞ്ഞ് അവരുടെ കുഴപ്പം കൊണ്ടല്ല ഒഴിഞ്ഞ്, പിന്നെ നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കും ഒഴിഞ്ഞ്. ഈ രാത്രി പാവലെ ഒരു കാര്യം നീ ഓർത്തോണം, ഇതൊക്കെ കുറിച്ചിട്ടോണം. ദൈവം നിനക്ക് വേണ്ടി ഒന്ന് കരുതി വെക്കുമ്പോൾ, ദൈവം നിനക്ക് വേണ്ടി ഒന്ന് നോക്കി വെക്കുമ്പോൾ, പിശാച് തീരുമാനിക്കും നിന്നെ അവിടെ എത്തിക്കത്തില്ലെന്ന്. നീ ഏത് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും ദൈവത്തോട് ചോദിക്കണം, ദൈവം എനിക്ക് വേണ്ടി നോക്കി വെച്ചത്, കരുതി വെച്ചത് ഇത് തന്നെയാണോ എന്ന്. കർത്താവിനായി കഷ്ടപ്പെടുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് നഷ്ടപ്പെടാതെ നിൻ്റെ കയ്യിൽ തരാനും എൻ്റെ ദൈവം ശക്തനായവനാണ്. എന്താണ് 16-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്? എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, എല്ലാവരും വായം തുറന്നേ. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. കൈ ഉയർത്തി പിശാചികൾക്ക് പറ, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. കൈകളടിച്ച് അന്യഭാഷയോ ഉടമ റഗുനിയ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പറ, എൻ്റെ ദൈവം എൻ്റെ ഓഹരിയെ പരിപാലിക്കും. ശക്തിയോടല്ല കരമടിച്ചേ, വാ തുറന്നേ മക്കളെ. ഹോ ശബ റഗനിയ, എൻ്റെ ദൈവം എൻ്റെ ഓഹരിയെ പരിപാലിക്കും. നീ വിശ്വസിക്കുക, നീ എവിടെ കിടന്നാലും നിന്റെ ഓഹരിയെ ദൈവം പരിപാലിക്കും. പക്ഷേ ആ വാക്യം നോക്കിയേ, ആരുടെ ഓഹരിയാണ് ദൈവം പരിപാലിക്കുന്നത്? എൻ്റെ അവകാശത്തിൻ്റെയും, പറഞ്ഞാട്ട് ദൈവമക്കളെ, പാനപാത്രത്തിൻ്റെയും പങ്ക്. ഹോവ എന്ന് പറയല്ല, പ്രവർത്തിക്കുന്ന ദൈവം ഇതിലെ
നിന്റെ ഓഹരിയെ ദൈവം പരിപാലിക്കും. എന്നെ നോക്കൂ, എന്താണ് അവകാശം, എന്താണ് പാനപാത്രം? അവകാശം അത് ബലത്തെ കാണിക്കുന്നു, അവകാശം അത് ശക്തിയെ കാണിക്കുന്നു, അവകാശം അത് സമൃദ്ധിയെ കാണിക്കുന്നു, അവകാശം അത് സൗഖ്യത്തെ കാണിക്കുന്നു. എന്നാൽ പാനപാത്രം ദുഃഖത്തെയും കഷ്ടതയും സങ്കടത്തെയും പലപ്പോഴും കാണിക്കുന്നു. ഇന്ന് രാവിലെ AG ഹാളിൽ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിന്റെ അവകാശത്തിൻ്റെ പങ്ക് നീ കർത്താവിന് കൊടുത്താൽ, നിന്റെ പാനപാത്രത്തിൻ്റെ പങ്ക് നീ കൊടുത്തില്ലെങ്കിലും അവൻ ഏറ്റെടുക്കും. ബലമുള്ളപ്പോൾ അവനെ ആരാധിച്ചാൽ, സൗഖ്യമുള്ളപ്പോൾ അവനെ സ്തുതിച്ചാൽ, ശക്തിയുള്ളപ്പോൾ അവനെ മഹത്വപ്പെടുത്തിയാൽ, നിന്റെ കയ്യിലുള്ളപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്താൽ, ബലമില്ലാതെയാകുമ്പോൾ, സൗഖ്യമില്ലാതെയാകുമ്പോൾ, ശക്തി ഇല്ലാതാകുമ്പോൾ അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. കുഞ്ഞെ, അവകാശമുള്ളപ്പോൾ, ശക്തിയുള്ളപ്പോൾ അവനെ ആരാധിക്ക്, ബലമുള്ളപ്പോൾ അവനെ സ്തുതിക്ക്, നിന്റെ കയ്യിലുള്ളപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്ക്. കരയാൻ ബലമുള്ളപ്പോൾ കര, പ്രാർത്ഥിപ്പാൻ ബലമുള്ളപ്പോൾ പ്രാർത്ഥിക്ക്, ഉപവസിപ്പാൻ ശക്തിയുള്ളപ്പോൾ ഉപവസിക്ക്. ഒന്നുകൂടെ ശക്തിയോട് കൈകളടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്ക്. ഇനി ആരാധനയ്ക്ക് വരുമ്പോൾ ഹോബാ ഷമ റഗനിയ, എത്ര ബലമുണ്ടോ ആ ബലത്തോട് ദൈവത്തെ സ്തുതിക്ക്. അബാ റഗുനിയ, എത്ര ശക്തിയുണ്ടോ അത്ര ശക്തിയോട് ദൈവത്തെ ആരാധിക്ക്. എത്ര ശബ്ദം ഉയർത്താമോ, ഹോ ഹല്ലേലൂയ, അത്ര ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്ക്. ബലം ദൈവത്തിന് കൊടുക്കണം, ശക്തി ദൈവത്തിന് കൊടുക്കണം, അവകാശം ദൈവത്തിന് കൊടുക്കണം. നിന്റെ പാനപാത്രവുമായി അല്ല നീ ദൈവത്തിൽ ചെല്ലേണ്ടത്, ബലം ദൈവത്തിന് കൊടുക്കണം. കരയാൻ ബലമുള്ളപ്പോൾ കരഞ്ഞോണം, പ്രാർത്ഥിക്കാൻ ബലമുള്ളപ്പോൾ പ്രാർത്ഥിച്ചോണം, ഉപവസിപ്പാൻ ശക്തിയുള്ളപ്പോൾ ഉപവസിച്ചോണം. ഞാൻ കൂടെ പറയും, കരയാത്തവനെ കരയിപ്പിക്കാൻ ദൈവത്തിനറിയാം, പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം, മോളോട്ട് നോക്കാത്തവനെ നോക്കിക്കാൻ ദൈവത്തിനറിയാം. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ കിടന്നുറങ്ങിയാൽ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നീ തനിയെ ഇരുന്ന് കരയേണ്ടി വരും. ഇന്നെന്തിന് മക്കളെ ഓർത്ത് കരഞ്ഞില്ലെങ്കിൽ നാളെ അവരെ ചൊല്ലിക്കരയേണ്ടി വരും. എന്നാൽ നീ കരയുന്ന ദൈവവൈതലെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെങ്കിൽ, നിന്റെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് കരയാൻ കഴിയാതെ വരുമ്പോൾ, നീ ആയുസ്സിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചിലരെ നിനക്ക് വേണ്ടി കരയാൻ ദൈവം എഴുന്നേൽപ്പിക്കും, നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എഴുന്നേൽപ്പിക്കും. ശക്തിയോടെ ആത്മാവിൽ ആരാധിച്ച കുഞ്ഞെ, അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ബലം ദൈവത്തിന് കൊടുക്ക, ശക്തി ദൈവത്തിന് കൊടുക്ക. ഹല്ലേലൂയ. നമ്മളെല്ലാത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും, എല്ലാറ്റിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ കല്യാണം നടത്തുമ്പം അവസാനം പിള്ളേരോട് പറഞ്ഞു, നിങ്ങളൊരു കണ്ടുണ്ടായിരിക്കും, മക്കളെ പലരും പറയാത്ത ദൈവത്തിൽ ഇതുപോലെ നിങ്ങൾ നിൽക്കേണ്ടി വരും. ദൈവത്തിൽ നമ്മൾ എല്ലാറ്റിനും കണക്ക് കൊടുക്കണം. തമ്പുരാൻ ചോദിക്കുന്ന എത്ര ന്യൂ ബ്രാൻഡ് കാറ് നിങ്ങൾ വാങ്ങിയെന്നല്ല, എത്ര പുതിയ പുതിയ ബിൽഡിങ് നിങ്ങൾ വാങ്ങിയെന്നല്ല, എത്ര പേരുടെ കണ്ണുനീരൂപ്പിയെന്ന, എത്ര പേരുടെ വിശപ്പടക്കിയെന്ന, എത്ര നേരം ദൈവത്തിൽ മുട്ടിമേൽ നിന്നെന്ന, എത്ര ആത്മാക്കളെ നേടിയെന്ന, എല്ലാറ്റിനും കണക്ക് കൊടുക്കണം. നിൻ്റെ കയ്യിൽ കിട്ടിയ ഡോളറിനും ചെക്കിനും ദിറാംസിനും റിയാലിനും എല്ലാം കണക്ക് കൊടുക്കണം. സമയത്തിൻ്റെ കണക്ക് കൊടുക്കണം. നീ ഏറ്റവും വലിയ തുക ചെലവിട്ടത് എന്തിനാ? നീ ഏറ്റവും കൂടുതൽ സമയം ചെലവിട്ടത് എന്തിനാ? കുറഞ്ഞ പക്ഷമേ ദൈവത്തിൽ നിൽക്കുമ്പോളേ നിനക്കൊരു തൻ്റെ ഇടം വേണം. ഞാൻ ഈ ഭൂമിയിൽ ഉയർത്തിയ ഏറ്റവും വലിയ ശബ്ദം എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ. എന്നിട്ട് നിങ്ങളുടെ വായുരുന്നില്ലല്ലോ. നിനക്ക് തൻ്റെ ഇടം വേണം. ഈ ഭൂമിയിൽ ഞാൻ ഉയർത്തിയ ഏറ്റവും വലിയ ശബ്ദം എൻ്റെ കർത്താവിനെ ആരാധിക്കാനാണ്. ബലം ദൈവത്തിന് കൊടുക്കണം. ഇന്ന് പലരും ബലം കൊടുക്കില്ല, അവകാശം കൊടുക്കില്ല, പാനപാത്രം കൊടുക്കും. വിസയ്ക്ക് പ്രോബ്ലം ഇല്ലാത്തപ്പോൾ എന്തിനാ കരയുന്നേ? ജോലിക്ക് പ്രത്യേക കുഴപ്പമൊന്നുമില്ലാത്തപ്പോൾ എന്തിനാ ഉപവസിക്കുന്നേ? കരയാൻ പ്രത്യേക കാര്യമൊന്നുമില്ലെങ്കിലും കരയുന്ന ദൈവമക്കളിൽ ചിലരിവിടെ ഉണ്ട്. അവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ സമയത്തെ ഭയപ്പെടുന്നു. രണ്ട് പിള്ളേർ സൺഡേ സ്കൂളിന് പോകുകയാണ്. എല്ലാവരും മക്കളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. സൺഡേ സ്കൂളിന് പോകുകയാണ്. അപ്പോൾ അമ്മ 2 വെള്ളി രൂപ എടുത്ത് മോൻ്റെ കൊടുത്തു. 2 രൂപ, 1 രൂപ സ്തോത്ര കാഴ്ച ഇടാൻ, 1 രൂപ മിഠായി വാങ്ങാൻ. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ 2 രൂപയും മേളോട്ടെറിയും പിടിക്കും, മേളോട്ടെറിയും പിടിക്കും. പോയ പോക്കി 2 രൂപയും പോയി. തപ്പി വന്നപ്പോൾ 1 രൂപ കിട്ടി. അവൻ എടുക്കാനായിരുന്നു. അവൻ പറഞ്ഞു, കർത്താവേ എൻ്റെ കാശ് എൻ്റെ കിട്ടി, നിൻ്റെ കാശ് നീ നോക്കിയെടുത്തോളാൻ. അപ്പം പോയത് ആരുടെ കാശാ? പറയുന്നേ, ആരുടെ കാശാ പോയേ? കീശേ കിടക്കുന്ന ആരുടെയാ? നമ്മുടെ. പോകുന്ന എല്ലാം ദൈവത്തിൻ്റെ, കീശേ കിടക്കുന്ന എല്ലാം നമ്മുടെ. എല്ലാം കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് വരും, എല്ലാം കഴിഞ്ഞ് സമയമുണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും, എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ട് 2 രൂപ സ്തോത്ര കാഴ്ച ഇടും. ഇതാണോ നിന്റെ ദർശനം? നിന്റെ പ്രയോറിറ്റി എന്തിനാ?
ഒരു ഭക്തൻ്റെ ലക്ഷണം, എൻ്റെ കർത്താവിൻ്റെ കാര്യം കഴിഞ്ഞു മതി എൻ്റെ കാര്യം. ഒന്ന് കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയാമോ? ഞാൻ ഈ സ്തോത്രകാഴ്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് സൺഡേ സ്കൂളിന് പോയവരൊക്കെ വിടിരിപ്പില്ലേ, പണ്ട് 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 എന്താ സ്തോത്രകാഴ്ച കൊണ്ടുപോയേ? ഉറക്കെ പറ. പിടിയരി, ഞുള്ളരി. നമ്മുടെ പിള്ളേർക്ക് പിടിയരി എന്താണെന്ന് അറിയില്ല, ഞുള്ളരി എന്താണെന്ന് അറിയില്ല. അമ്മമാർ അരി അടപ്പയിലിടുമ്പം ആ അരിക്കകത്ത് നിന്ന് ഒരു പിടി മാറ്റിയിടും. ആകെ 24 അരി 8 പേര് കഴിയേണ്ടതാണ്, പക്ഷേ അതിലും ഒരു പിടി മാറ്റിയിടും. അങ്ങനെ പലയിടത്തു നിന്ന് പിടിയരി മാറ്റിയിട്ടിട്ട് അത് ഞങ്ങളുടെ ഈ പൊതിഞ്ഞ് തന്ന് വിടും സൺഡേ സ്കൂളിൽ. അതാണ് അടുത്ത ഉപദേശിക്ക് കൊടുക്കുന്നത്, പാസ്റ്റർക്ക്. അപ്പം ഉപദേശിയുടെ വീട്ടിലെ ചോറ് ബിരിയാണി പോലെ ഇരിക്കും, കളർഫുള്ളാണ്, പല വീട്ടിൽ നിന്ന് വരുന്ന. അന്നത്തെ കാലത്ത് ഈ പുഴുക്കലരിയാണ്. ഈ കെൻഡക്കിയൊക്കെ അടിച്ച് കിടക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർക്കും നല്ലതാണ്. എന്താ ഈ പുഴുക്കലരി? റേഷനരി. അപ്പനോട് ചോദിക്കാൻ മതി. പുഴുക്കലരിക്ക് ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ പുഴു പ്ലസ് കല്ലെ പ്ലസ് അരി, പുഴുക്കല്ലരി. വേവുമോ? ഇത് കൊണ്ടുവന്ന ഉപദേശി ഈ കുഞ്ഞുങ്ങളും കഴിഞ്ഞ് നമ്മളും അതാ കഴിച്ചത്. പക്ഷെ ഒരു കാര്യം നിനക്കറിയാമോ? അന്ന് പിടിയരി കൊടുത്തവൻ്റെയും പിരിയടി തിന്നവൻ്റെയും തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. എൻ്റെ അപ്പനൊരു പാസ്റ്ററല്ലായിരുന്നു. എൻ്റെ അപ്പൻ പാസ്റ്റർമാർക്ക് അരി കൊടുക്കുന്നവനായിരുന്നു. ഇവിടെ പാസ്റ്റർമാരുടെ മക്കളൊത്തിരി കാണും, ഞാൻ കൈയൊന്നും പൊക്കിക്കുന്നില്ല, എനിക്ക് സന്തോഷം അവരെ കാണുമ്പോൾ. എൻ്റെ അപ്പൻ പാസ്റ്റർമാർക്ക് അരി കൊടുക്കുന്നവനായിരുന്നു. 2 കിലോ അരി വാങ്ങിച്ച 1 കിലോ അരി അങ്ങനെ പാസ്റ്ററൊക്കെ ഉള്ളായിരുന്നു. 2 കിലോ കപ്പ വാങ്ങിച്ച അന്ന് അതേ പട്ടിണിയുടെ കാലമാണ്. മുട്ടങ്കി കുറച്ചൻ്റെയും പത്തിച്ചെറിയോനാച്ചനും ഒക്കെ ഞങ്ങളുടെ തൊട്ടുപാടുള്ളവരായിരുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നില്ല. എൻ്റെ അപ്പൻ, നിങ്ങൾ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, 7ാമത്തെ വയസ്സിൽ നിത്യതയിലേക്ക് പറന്നുപോയി. പക്ഷേ എൻ്റെ അപ്പൻ ദൈവത്തോട് കാണിച്ച സ്നേഹം മറന്നില്ല. തമ്പുരാൻ എന്നെ ഓടിച്ചിട്ടെന്ന് തീറ്റുക. ഈ ആകാശത്തിന് കീഴിൽ എന്തെല്ലാം ആഹാര പദാർത്ഥമുണ്ടോ അവയെല്ലാം എൻ്റെ ദൈവം കൂമ്പാരമായി കൂട്ടി. വേണ്ടായെന്ന് പറഞ്ഞാൽ ഓടി. അതുകൊണ്ടാണ് ഇങ്ങനെങ്കിലും നിൽക്കുന്നത്. കർത്താവ് ആർക്കും കടക്കാരനല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനം, എന്നെ നോക്കിയിരിക്കൂ, പ്രാർത്ഥിച്ചുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് മിസ്രൈമദാസിയായ ഹാഗാറിനെ യാത്രയാക്കി. ഞാൻ അതിശയിച്ചു. ഒരായുസ് മുഴുവൻ തന്നെ സേവിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ ഹാഗാറിന് കൊടുത്തത് അല്പമപ്പവും ഒരു തുരുത്തി വെള്ളവും. കുഞ്ഞെ, ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനും നിനക്ക് തരുന്നതിന് പരിമിതിയുണ്ട്. നിൻ്റെ തലമുറയ്ക്ക് തരുന്നതിന് പരിമിതിയുണ്ട്. മനുഷ്യൻ തരുന്നതിന് പരിമിതിയുണ്ട്. പരിമിതി കൂടാതെ നിന്നെയും നിൻ്റെ തലമുറയും അനുഗ്രഹിപ്പാൻ ശക്തിയുള്ളവൻ ഇന്ന് രാവിലെ ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം തീർന്നു, ഊടമാറുകുനിയ, വെള്ളം തീർന്നു. കുഞ്ഞിനെ ഒരു അൻപിൻപാട് ദൂരത്തിട്ടുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഹാഗാർ മരുഭൂമിയിൽ കിടന്ന് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മരുഭൂമിയിൽ ഉറവ തുറന്നു. ഇന്ന് രാവിലെ എത്ര പേർ ഇവിടെ കരയുന്നവർ വന്നിട്ടുണ്ട്, എത്ര പേർ പ്രാർത്ഥിക്കുന്നവർ വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി മരുഭൂമിയിൽ ഉറവ തുറക്കുവാൻ ശക്തിയുള്ളവൻ ഈ രാവിലെ ഇറങ്ങി വന്നിട്ടുണ്ട്. കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് വിണ്ട് കീറി ഉണങ്ങിക്കിടക്കുന്ന ശക്തിയോടെ കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. വിണ്ട് കീറി ഉണങ്ങിക്കിടക്കുന്ന മരുഭൂമിയുടെ അവസ്ഥയിലും നിനക്ക് വേണ്ടി ഉറവ തുറക്കാൻ ദൈവശക്തനത്രേ. ഹല്ലേലൂയ! എല്ലാ ഉറവയും അടയും. എന്നാൽ നിന്റെ കണ്ണ് കണ്ട് ദൈവം തുറക്കുന്ന ഉറവ നിന്റെ തലമുറയുടെ കാലത്ത് പോലും അടഞ്ഞു പോകില്ല. ഞാൻ ഈ രാജ്യത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ, ഈ ഗൾഫ് നാടുകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, ഈ രാജ്യത്തിൻ്റെയൊക്കെ കാര്യം ലോകം മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ സമൃദ്ധി കാണുമ്പോൾ ഞാൻ ചോദിക്കും, ഇത്രയും ഭക്ഷണ സമൃദ്ധി, ഇത്രയും വെള്ളം ഈ മരുഭൂമിയിൽ, ഇത്രയും ഭക്ഷണ സമൃദ്ധി അമേരിക്കയിലില്ല. നിങ്ങൾ ചിന്തിച്ച് പോയി നോക്കണം. ഞാൻ UK 4 ദിവസം വീട്ടിലോട്ട് പോയിട്ട് നാട്ടിലോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നേക്കുക. UK ഇത്രയും ഭക്ഷണ സമൃദ്ധി. ഇവരൊരു ദിവസം അറബികൾ കളയുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ 1 മാസം ഇന്ത്യയുടെ പട്ടിണി തീരും. ഞാൻ ചോദിച്ച ദൈവമേ,
ഈ മരുഭൂമിയിൽ ഇത്രയും ഭക്ഷണ സമൃദ്ധി എങ്ങനെയാ വന്നേ? വെള്ള സമൃദ്ധി എങ്ങനെയാ വന്നേ? തമ്പുരാൻ പറഞ്ഞു, മക്കളെ, ഇന്നിവിടെ താമസിക്കുന്ന ആളുകളുടെ യോഗ്യത കൊണ്ടല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ മരുഭൂമിയിൽ കിടന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഒരു തുള്ളി വെള്ളം തൊട്ടു കൊടുക്കാനില്ലാതെ കിടന്ന് കരഞ്ഞ ഒരു തള്ളയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തുറന്ന ഉറവ ഇതുവരെ അടഞ്ഞു പോയിട്ടില്ല. ഒന്നുകൂടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, എല്ലാം ഉടയും, എല്ലാം തകരും. എന്നാൽ കരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്, പ്രാർത്ഥിച്ചാരംഭിക്കുന്നത് തകരാൻ ദൈവം ഇടവരുത്തത്തില്ല. കൈയടിച്ചു, വാ തുറന്നു. ഈ സഭയോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ഞാൻ കയറി നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞതാ, ഇത് കരഞ്ഞുകൊണ്ട് ആരംഭിച്ചതാ. ഓ ക്ഷമ അറിയാ, ദൈവത്തിൻ്റെ അഭിഷേകത്താ കരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. പ്രാർത്ഥിച്ചാരംഭിച്ചത് തകരാൻ ദൈവം ഇടവരുത്തില്ല. അതുകൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. കൈയടിച്ചോ ശക്തിയോട് യേശുവിന്റെ നാമത്തിൽ. മക്കളെ, എല്ലാവരും കരമടിച്ചേ ദൈവത്തെ മഹത്വപ്പെടുത്തി പറ, എല്ലാം തകരും, എല്ലാം ഉടയോ. കരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന തകരില്ല മക്കളെ. ഇന്ന് രാവിലെ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. നീ ഇരിക്കുന്ന കസേര ഇരിക്കാൻ വേറെ ആളില്ലാഞ്ഞിട്ട് നിന്നെ ഇരുത്തിയെന്ന് ചിന്തിക്കരുത്. നീ അനുഭവിക്കുന്ന സകല നന്മയും നിന്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട് കിട്ടിയെന്ന് ചിന്തിക്കരുത്. നീ അനുഭവിക്കുന്ന നന്മയുടെ പുറകിലൊരു കാര്യമുണ്ട്. ഒന്നുകിൽ നീ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, അല്ലെ നിൻ്റെ അമ്മയൊരു കുഞ്ഞായിരിക്കുമ്പോൾ, നിന്നെയും നിൻ്റെ സഹോദരങ്ങളെയും നിരത്തി ഉറക്കിക്കിടത്തിയിട്ട് നീ ഉറങ്ങിയപ്പോഴും നിൻ്റെ അപ്പനരികിൽ മുട്ടുകുത്തി, അമ്മയരികിൽ മുട്ടുകുത്തി ദൈവത്തോട് കരഞ്ഞു, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ എങ്ങനെ സ്കൂളിൽ വിടും, എവിടുന്ന് മാറി കൊടുക്കാൻ കൊടുക്കും, എവിടുന്ന് ഫീസ് എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് നീ ഉറങ്ങിയപ്പോഴും ഉറങ്ങാതെ നിൻ്റെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് 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 കണ്ണുനീർ കൊണ്ട് നിൻ്റെ ദേഹം നനച്ച നിൻ്റെ അപ്പൻ്റെ കണ്ണുനീർ, നിൻ്റെ അമ്മയുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച ദൈവം നിൻ്റെ അപ്പനോട് ചെയ്ത, നിൻ്റെ അമ്മയോട് ചെയ്ത ദൈവ വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയാണ് നീ അനുഭവിക്കുന്ന നന്മയെന്ന് മറക്കരുത്. ഒരുപക്ഷെ ഈ നന്മ കാണാൻ നിൻ്റെ അപ്പൻ ഇന്ന് ജീവനോടില്ലായിരിക്കാം, അമ്മ ജീവനോടില്ലായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, സകല ഉറവയും അടയപ്പെട്ടപ്പോൾ, എല്ലാവരും കൈവിട്ടപ്പോൾ, നിൻ്റെ സകല ഉറവടയപ്പെട്ടപ്പോൾ, നിൻ്റെ അപ്പൻ്റെ കണ്ണുനീർ കണ്ട്, നിൻ്റെ അമ്മയുടെ കണ്ണുനീർ കണ്ട്, അല്ല നിൻ്റെ കണ്ണുനീർ കണ്ട് ദൈവം തുറന്ന ഉറവയിൽ നിന്നാണ് നീയും നിൻ്റെ തലമുറയും കുടിക്കുന്നതെന്ന് നീ മറക്കരുത്. എന്ന് നീ അത് മറക്കുമോ, അന്ന് ദൈവം നിൻ്റെ ശത്രുവായി മാറും. ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രസംഗിച്ചിരുന്നു കഴിഞ്ഞും അതിനു മുമ്പും അനേക കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്നത്, ഞാൻ എന്തെങ്കിലും ആയെങ്കിലും എൻ്റെ യോഗ്യതയല്ല, എൻ്റെ പപ്പയുടെ കണ്ണുനീരാണ്, എൻ്റെ മമ്മിയുടെ കണ്ണുനീരാണ്. ഈ സഭയിൽ എത്ര പേർ കരയുന്നവരുണ്ട്. കരയുന്ന നിന്നോട് അഭിഷക്തനായി ഞാൻ വാക്ക് തരാം, നിൻ്റെ കണ്ണടയും മുമ്പ് നീ ആരാധിക്കുന്ന ഹോളിൽ നിൻ്റെ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയും, എൻ്റെ പപ്പയുടെ കണ്ണുനീരെന്നെ വലിയവനാക്കി, എൻ്റെ മമ്മിയുടെ കണ്ണുനീരെന്നെ വലിയവളാക്കി. നിറഞ്ഞ കണ്ണുകളോട് അത് കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. എ സൺ ഓഫ് മെനി tears cannot be lost. A son of many tears cannot be lost. വളരെ കണ്ണുനീരിൻ്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. നീ നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരയുന്നവനെങ്കിൽ, കരയുന്നവളെങ്കിൽ, ദൈവത്തിൻ്റെ ദാസനായി ഞാൻ നിനക്ക് വാക്ക് തരാം, നിൻ്റെ തലമുറ എവിടെ പോയാലും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ സന്താനം എവിടെ പോയാലും ദൈവം അവരെ മടക്കി വരുത്തും. ഞാൻ ചെറുപ്പക്കാരോട് പ്രസംഗിക്കും പറയും, കുഞ്ഞേ, ദൈവത്തിൻ്റെ സന്നിധി വിട്ട് നീ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കരുത്. നിൻ്റെ അപ്പൻ കരയുന്നവനാണോ, നിൻ്റെ അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവളാണോ, ദൈവസന്നിധി വിട്ട് നിനക്ക് രക്ഷപ്പെടാമെന്ന് ചിന്തിക്കരുത്. നീ എവിടെ പോയാലും ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. കണ്ണുനീരുണ്ടോ? കണ്ണുനീരുണ്ടോ? പണ്ട് പാട്ട് പാടുമ്പം കരയുമായിരുന്നില്ലേ? സാക്ഷി പറയുമ്പം കരയുമായിരുന്നു, പ്രാർത്ഥിക്കുമ്പം കരയുമായിരുന്നു. ഇന്ന് നിൻ്റെ കണ്ണിൽ കുത്തിയാലും കണ്ണുനീര് വരുന്നില്ലെങ്കിൽ നീ കൃപയെ വളർന്നെന്നല്ല, നീ കൃപയിൽ തളർന്നുപോയി. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നഷ്ടപ്പെട്ട കണ്ണുനീര് മടക്കി വാങ്ങണം. നിനക്കൊരു കൃപാവരവുമില്ലെങ്കിലും, നിനക്കൊരു കൃപാവരവുമില്ലെങ്കിലും ദൈവത്തിൽ മുട്ടുകുത്തുമ്പോൾ
നിന്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നെങ്കിൽ സകല കൃപാവരത്തിലും ശ്രേഷ്ഠമാണ് കരയാനുള്ള കൃപ. കൈ ഉയർത്തി ശക്തിയോടൊന്ന് സ്തോത്രം പറഞ്ഞേ. എല്ലാവരും കരമൊന്നടിച്ച് ശക്തിയോട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയ ബലം ദൈവത്തിന് കൊടുക്കൂ. ശക്തിയോട് അന്യഭാഷയിൽ മക്കളെ ദൈവത്തെ ആരാധിക്കേ. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെല്ലാവർക്കും നിങ്ങളെ ആവശ്യം ബലമുള്ളപ്പോഴാണ്, അവകാശമുള്ളപ്പോഴാണ്. നിങ്ങളുടെ കമ്പനിക്ക് നിങ്ങളെ ആവശ്യം, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങളെ ആവശ്യം ബലമുള്ളപ്പോഴാണ്. ബലമില്ലേ പറഞ്ഞു വിടുവർ. ഒരു പാസ്റ്റർ എത്ര നാൾ വേണം? എത്ര നാൾ വേണം? നാട്ടിലാണെങ്കിൽ 3 വർഷം, ചിലപ്പോൾ 6 വർഷം. ഒരു പാസ്റ്റർ എത്ര നാൾ വേണമെന്ന് ഞാൻ പറയാം. ശബ്ദം അടയ്ക്കുന്നിടം വരെ, തൊണ്ട അടയ്ക്കുന്നിടം വരെ. ശബ്ദമില്ലാതായ പിന്നെ ആർക്ക് വേണം? ഈ ദൈവദാസന്മാർ പോലും നിത്യത്തിലെത്തി അവരുടെ ഭാര്യയും പിള്ളേരും എവിടെയാന്ന് പോലും നോക്കാത്തവരുണ്ട്. ഞാനിതൊക്കെ കണ്ടുകൊണ്ട് പ്രസംഗിക്കുകയാണ്. 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസവും ഇതുപോലെ പ്രസംഗിക്കുന്നതിനാണ് ഞാൻ. നിങ്ങൾക്കറിയാം, 32 ദിവസം ഞാൻ UK-യിലുണ്ടായിരുന്നു. 31 യോഗത്തിന് പ്രസംഗിച്ചു. 3 ദിവസം വാസപ്പാട് നടത്തി നോക്കണം, എന്നൊരു അറിയാം. 2026 ഡിസംബറിലേക്ക് വരെ പ്രോഗ്രാം കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ഭീമോനശൻ എത്ര നാൾ ആളുകൾക്ക് വേണമെന്ന് എനിക്കറിയാം. എത്ര നാൾ വേണം? ശബ്ദം അടയ്ക്കുന്നിടം വരെ. തൊണ്ടയടച്ചാൽ പിന്നെ ആർക്ക് വേണം? എന്നാലും എനിക്കറിയാം ഞാൻ ആർക്ക് വേണ്ടിയാണ് ശബ്ദിക്കുന്നത്. എൻ്റെ ശബ്ദമില്ലാതെ ആയാലും എന്നെ ആവശ്യമുള്ളവന് വേണ്ടിയാണ് ഞാൻ ശബ്ദിക്കുന്നത്. കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറയാം. നിങ്ങൾക്കറിയാം 2021 ജനുവരി 24-ാം തീയതി 1.5 മണിക്കൂർ എൻ്റെ ചർച്ചിൽ പ്രസംഗിച്ച് ഞാൻ തന്നെ കാർ ഓടിച്ച് വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ ഇത്രയും വണ്ണമുള്ള അന്നും ശക്തമായ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഒരു ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. അവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എല്ലാവിധ സജ്ജീകരണോട് പോയി. അപ്പോൾ ആ ഒരിടത്ത് ഒന്ന് കയറ്റിയപ്പോഴേ തീർന്നെന്നാണ് വിചാരിച്ച. ഇഞ്ചക്ഷൻ കയറ്റി 48,000-ൻ്റെ. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ തീരാത്തത് കൊണ്ട് ദൈവം ഇന്നും എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തുന്നു. അപ്പോൾ അന്ന് രാത്രി നിങ്ങൾ കേൾക്കണം, തലേ ദിവസം അപ്പോൾ കോവിഡ് കാലമാണ്. തലേ ദിവസം 3 മീറ്റിംഗ് സൂം. അന്ന് സൂമിലാണ് ലോകം മുഴുവൻ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് രാത്രി എനിക്ക് പ്രസംഗിക്കണം. ഞാൻ അറ്റാക്ക് വന്ന് കയറി. എനിക്കറിയാമില്ലായിരുന്നു അറ്റാക്കാണെന്നും. അകത്തോട്ട് കയറിയിട്ട് അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ എന്നെ പുറത്തേക്ക് കയറിയപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന്. മരണപ്രാർത്ഥന അറ്റാക്ക് കണ്ടിട്ട് അടിച്ച് കയറ്റി അങ്ങോട്ട് പോവുക. ഇന്ന് വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, റെഡി ആയിക്കോണം. അപ്പോഴത്തേന് വാർത്ത മൊത്തം പോയി. ഇദ്ദേഹം പിന്നെ പറഞ്ഞ് ചിരിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്നറിയാമോ, അവർ ഞാൻ ഹോസ്പിറ്റലായെന്ന് കേട്ടപ്പോഴേ വേറെ ആളെ വെച്ചെന്ന്. ഞാൻ അവരുടെ അറ്റാക്ക് വന്നിട്ട് ആംബുലൻസിലോട്ട് കയറ്റാൻ വന്നേ, അടുത്ത മീറ്റിംഗ് ഉണ്ടെന്ന് വൈകിട്ട്. അന്നേരം ഞാൻ മീറ്റിങ്ങിൻ്റെ കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. വാർത്ത പോയി, ഭീമോനച്ചൻ ഇതാ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലായെന്ന്. എന്തുകൊണ്ടൊന്ന് പരന്നു. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു, നന്ദി. അപ്പോഴേ കേട്ടപ്പോഴേ അവർ എത്രയേ ഉള്ളെന്നേ. എന്നാൽ നിന്റെ അവകാശത്തിൻ്റെ പങ്ക് പറ്റി അവൻ കടന്നു കളയുന്ന ദൈവമല്ല. നല്ല പ്രവാചകനായ ഏലിയാവിനെ വീട്ടിൽ കയറ്റിയാൽ നിന്റെ വേദനയിൽ അവൻ ഇട്ടിട്ട് പോകില്ല. നിന്റെ ബലം ദൈവത്തിന് കൊടുത്തോണം. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സമയമില്ല. അടുത്ത ഭാഗം എന്തെന്നറിയാമോ? ഒന്ന്, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചതും ഇതിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ആര് കാണുക? മനുഷ്യപുത്രന്മാർ കാണുക. ആരാണ് മനുഷ്യപുത്രന്മാർ? 66-ാം സങ്കീർത്തനം 10 മുതലുള്ള വാക്യങ്ങൾ. Psalm 66:10. 66-ന്റെ 10 മുതൽ വായിച്ചേ. മനുഷ്യപുത്രന്മാരാരും അവിടെ ഉണ്ട്, പെട്ടെന്ന് വായിക്കാം. 66-ന്റെ 10. ആ ആ ആ ആ നോക്കൂ, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ് നല്ല ശ്രദ്ധിക്കൂ, നമ്മൾ അനുഭവിച്ചതല്ലേ ഇന്ന് അനുഭവിക്കുന്നത്. നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി. നീ ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം വെച്ചു. നീ മനുഷ്യരെ ഞങ്ങൾ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു. കൈ ഒന്ന് ഉയർത്തി പിടിച്ചോണ്ട് പറ. എങ്കിലും കൈ ഉയർത്തി പറ, നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. വലയ്ക്കകത്തായിരിക്കുന്ന അവസ്ഥ, മുതുകത്ത് ഭാരമിരിക്കുന്ന അവസ്ഥ, മനുഷ്യൻ തലയിൽ കയറി ഓടുന്ന അവസ്ഥ,
തീയിലും വെള്ളത്തിലൂടെ പോകേണ്ടി വന്ന അവസ്ഥ, ഇതൊക്കെ നീയും നിൻ്റെ കുഞ്ഞുങ്ങളും അനുഭവിച്ചെങ്കിലും ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച ശക്തിയോടെ ഓ റീബാന സന്തന സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവൻ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. ഇവിടെ 2-3 പദമുണ്ട്. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി, ഞങ്ങളുടെ മുതുകത്തൊരു ഭാര്യം വെച്ചു, നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു. നീ തീയിലും വെള്ളത്തിലും. ഈ മലാക്കിപ്പവനത്തിൽ വാക്യമുണ്ട്, നീ ഇരുന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെ 3:3 മനുഷ്യപുത്രൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മലാക്കിപ്പവനം 3:3 നീ ഇരുന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെയും വെള്ളി ഊതിക്കഴിക്കും പോലെ അവലെയും ഇരുന്നു കൊണ്ട് ലേവ്യപുത്രന്മാരെ ശുദ്ധീകരിക്കും. അതായത് തീയിലും വെള്ളം. ഇങ്ങനെ നോക്കിയോ, അമേരിക്കയിലെ സായിപ്പിൻ്റെ നാട്ടിൽ സായിപ്പ് പ്രസംഗിച്ചു ഇതിനെക്കുറിച്ച്, വെള്ളിയുടെ ശുദ്ധീകരണം ഊതിക്കഴിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ അവിടെ സംബന്ധിച്ചൊരു മാതാമ്മയ്ക്ക് മനസ്സിലായില്ല എന്നാ ഇതെന്ന്. വെള്ളി ഊതിക്കഴിക്കുന്നത് എങ്ങനെയാണ്? അവരൊരു ബ്ലാക്ക് സ്മിത്തിൻ്റെ ആലയിൽ പോയി, എന്നെ നോക്കൂ എന്താണ് ഈ ശുദ്ധീകരണ പ്രക്രിയ. അവർ ചെന്ന് നോക്കുമ്പോൾ ഒരു വെള്ളിക്കട്ടി ബ്ലാക്ക് സ്മിത്ത് എടുത്തിട്ട് ശക്തിയേറിയ തീ, കനൽ, വലിയ വിസിബിലിറ്റി ഉള്ള തീക്കട്ടയ്ക്കകത്തിലേക്ക് ഈ വെള്ളിക്കട്ടി ഇടുന്നു. അതിന് തീയുടെ നിറമാകുമ്പോൾ അത് കുടിൽ കൊണ്ടെടുത്തിട്ടൊരു അടകലിൽ വെച്ചിനെ അടിച്ച് പരത്തും. എന്നിട്ട് എവിടോട്ടിടും? വെള്ളത്തിനകത്തേക്ക്. പിന്നെ അവനെ അവിടെ നിന്ന് എടുത്തിട്ട് തീക്കകത്തേക്കിടും. വീണ്ടും തീയുടെ നിറമാകുമ്പോൾ എടുത്ത് അടിച്ച് പരത്തും. പിന്നെ വെള്ളത്തിൽ, തീയിലും വെള്ളത്തിലും, തീയിലും വെള്ളത്തിലും. ഇടയ്ക്ക് എന്നാ ഉണ്ട്? അടി. അതാമ ചോദിച്ചു, നീ എത്ര നേരം ഇതിനെ അടിച്ചുകൊണ്ടിരിക്കും? എത്ര നേരം ഇതിനെ തീക്കകത്തും വെള്ളത്തിൽ വിടും? ബ്ലാക്ക് സ്മിത്തിൻ്റെ മറുപടി, എൻ്റെ രൂപം ഇതിൽ പതിയും വരെ. മനസ്സിലാണോ? സ്ഫടിക സമാനമായി ഇത് മാറണം. അതുവരെ ഞാൻ എന്നെ അടിക്കും. ബഹർണി വന്നുകൊണ്ടും UK പോയോണ്ടും അടി നിൽക്കുമെന്ന് ചിന്തിക്കരുത്, വേദന നിൽക്കുമെന്ന് ചിന്തിക്കരുത്. അവൻ്റെ രൂപം നിന്നിൽ പതിയും വരെ നീ തീയിലൂടെയും വെള്ളത്തിലൂടെയും പോകണം. എനിക്കിഷ്ടപ്പെട്ടൊരു പദം എന്താ നമ്മൾ വായിച്ച 31-ാം സംഘത്തിൽ, നീ മനുഷ്യപുത്രന്മാർ കാണെ അത്ഭുതങ്ങളെ ചെയ്യും. 66-ാം സംഘത്തിൽ നമ്മൾ വായിച്ചു, നീ മനുഷ്യരെ തലമേൽ കയറി ഓടിമാറാക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ മനുഷ്യപുത്രന്മാരാണ് ഇവിടുത്തെ മനുഷ്യർ. നീ മനുഷ്യരെ തലയിൽ കയറി ഓടിക്കുമാറാക്കും. മനുഷ്യർ തലയിൽ കയറി ഓടുക എന്ന് പറഞ്ഞാൽ എന്നാ? നിന്നെ അപമാനിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ ആക്ഷേപിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ നിന്ദിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ വേദനിപ്പിക്കുന്നവരെ കുറിച്ചാണ്. മനുഷ്യപുത്രന്മാർ കാണുക എന്ന് പറഞ്ഞ അർത്ഥം നിന്നെ അപമാനിച്ചവർ കാണുക, നിന്നെ ആക്ഷേപിച്ചവർ കാണുക, നിന്നെ വേദനിപ്പിച്ചവർ കാണുക. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നിന്റെ തലയിൽ കയറി ഓടിയവർ കാണുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? എവിടെ നീ അപമാനിക്കപ്പെട്ടുവോ, എവിടെ നീ ആക്ഷേപിക്കപ്പെട്ടുവോ, എവിടെ നീ ഒറ്റപ്പെട്ടുവോ, എവിടെ നീ സങ്കടപ്പെട്ടുവോ, എവിടെ നീയും നിന്റെ കുഞ്ഞുങ്ങളും കരഞ്ഞോ, ആരൊക്കെ എവിടെ വെച്ച് നിന്നെ താഴ്ത്താൻ നോക്കിയോ, അവർ കാണുക ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. കൈയടിച്ച് വാതുറന്ന അന്യഭാഷയോട് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, എൻ്റെ തലയിൽ വാതുറന്ന ശക്തിയോടെ പറ, ഓടാമ റകനയ, എൻ്റെ തലയിൽ കയറി ഓടിയവർ കാണുക ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എവിടെ ഞാൻ അപമാനിക്കപ്പെട്ടോ, എവിടെ ഞാൻ ആക്ഷേപിക്കപ്പെട്ടോ, എവിടെ ഞാൻ കരഞ്ഞോ, എവിടെ സങ്കടപ്പെട്ടോ, എവിടെ ഒറ്റപ്പെട്ടോ, അവിടെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നീ കരഞ്ഞിടത്ത്, നീ വേദനിച്ചിട്ട് നിന്നെ കരയിപ്പിച്ചവർ കാണുക ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നിന്റെ തലയിൽ കയറി ഓടിയവർ കാണുക ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഒരഭിഷക്തൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചാൽ നീ പറയണം, ഈ ദൂതനോടാ. എൻ്റെ തലയിൽ കയറി ഓടിയവർ കാണുക ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. യെശയ്യാപ്രവചനം 59-ാം അധ്യായം 21. എല്ലാവരും ബൈബിൾ തുറന്നേ, പുസ്തകം കൊണ്ടുവന്ന് എല്ലാവരും തുറന്നേ, ബൈബിൾ തുറന്നേ. ഞാൻ പലയിടത്ത് ബൈബിൾ വാക്യം ഇത് വിട്ടുകളയാമെന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കുന്നില്ല പരിശുദ്ധാത്മ. യെശയ്യാ 59:21 ഒരാൾ വായിച്ചേ. യെശയ്യാപ്രവചനം 59:21. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. വായിക്ക്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും
നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുമാറില്ല. ഇവിടെ വന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. എന്തുവാ? കർത്താവേ, എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നിന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നിന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറരുത്. നീ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരിക്കണം. നിൻ്റെ വായിൽ ദൈവത്തിൻ്റെ വചനമുണ്ടാകണം. ഇത് വായിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? 2001 ഞാൻ ദുബൈ ഹോളി ട്രിനിറ്റി ചർച്ചിൽ കൺവെൻഷൻ പ്രസംഗിക്കുകയാണ്. ഇപ്പോൾ ഈ വായിച്ചതുപോലെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ വാക്യം വായിക്കാൻ പറഞ്ഞു, ഇതിൻ്റെ അടിയിൽ വരയ്ക്കാൻ പറഞ്ഞു. ഒരുപക്ഷെ പണ്ട് ഞാൻ വന്ന് പറഞ്ഞു കാണും. എന്നിട്ട് ഇന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കൈവച്ചതേ പ്രാർത്ഥിച്ചോണം, രാവിലെയും വൈകിട്ടും കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമോ കാറിൻ്റെ വിലയോ ബാങ്ക് ബാലൻസോ ഒന്നുമല്ല. നീ സേവിക്കുന്ന ദൈവത്തെ നിൻ്റെ തലമുറ സേവിക്കുന്നതാണ്. ഞാൻ എല്ലായിടവും പറയുന്നു, കടത്തി പറയാം, ഒരു പക്ഷേ റെക്കോർഡുന്നുണ്ടായിരിക്കാം. 20 വർഷം 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഇവിടെ വന്ന് കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഇവിടെയൊക്കെ വന്നാലേ 10 പിള്ളേരുള്ളൂ. ഇപ്പം അവിടെ ഒന്നുമില്ല. കേരളത്തിൽ നിന്നല്ല ഇങ്ങനെ പോരുന്നു. ഇപ്പോൾ എല്ലാം ചെന്നാൽ UK കാണണം. UK ചെന്നാൽ ചൂഴം അടിച്ച് ഓർഗൻ അടിക്കാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നഷ്ടം നിങ്ങളുടെ നേട്ടം. ഇപ്പം കൂലി കൊടുത്ത ആളെ കൊണ്ടുവരണം കേരളത്തിൽ. നല്ല കാര്യം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, 15 വർഷം കഴിഞ്ഞ് ഈ മുമ്പിൽ നിരന്നിരുന്ന കുഞ്ഞുങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ ബഹറിൻ രക്ഷപ്പെട്ടു, നിൻ്റെ കുവൈറ്റ് രക്ഷപ്പെട്ടു, നിൻ്റെ കാനഡ UK രക്ഷപ്പെട്ടു. അവർ നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ കുവൈറ്റും ബഹറിനും വട്ടപൂജ്യവാ. കരഞ്ഞോണം നീ സേവിക്കുന്ന ദൈവത്തെ നിൻ്റെ തലമുറ സേവിക്കാൻ. ശക്തിയോടെ കൈ ഉയർത്തിയാട്ടെ സ്തോത്രം പറയൂ. ആ കൺവെൻഷൻ വെച്ച് ഞാൻ പറഞ്ഞൊരു കാര്യം നെഞ്ചോട് ചേർത്ത് പിടിച്ച് മറുകരം സ്വർഗത്തേക്ക് ഉയർത്തി സകല മാതാക്കളും പിതാക്കളും കരയാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. 10,500 ജനമുണ്ട് അവിടെ. വലിയ ഹോളിൽ കൺവെൻഷൻ നടക്കുക. നിശബ്ദമായി കണ്ണ് നിറഞ്ഞ് കൈ നെഞ്ചിനോട് ചേർത്ത് മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ് 8 വർഷമായി മക്കളില്ലാത്തൊരു സഹോദരി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ പറഞ്ഞ, കർത്താവേ, ഈ ദൂതനോടാണ് എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും വിട്ടുമാറരുത്. എങ്കിൽ നീ എനിക്ക് തലമുറയെ തന്നേ മതിയാകുള്ളൂ. പ്രസംഗിച്ച പാസ്റ്റർ ബീമോനച്ചൻ ഞരക്കം കേട്ടില്ല, ഓപ്പസിലെ ഭർത്താവ് കേട്ടില്ല. 4 വർഷം കഴിഞ്ഞ് അതേ ഹോളിൽ ഞാൻ പ്രസംഗിച്ചിറങ്ങുമ്പോൾ ഒരു കുടുംബം എന്നെ കാത്തു നിന്നു. പാസ്റ്റർ, ഇന്ന് ഞങ്ങളോടൊപ്പം ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാവുന്ന 2 കൊച്ചു കുട്ടി കസേരയിൽ 2 എണ്ണം അപ്പുറം ഇരിക്കുന്നു, പാവക്കുട്ടികളെ പോലെ. ഫുഡ് കഴിക്കുമ്പോൾ, പാസ്റ്റർ, അങ്ങേക്ക് ഞങ്ങളെ ഓർമ്മയുണ്ടോ? 2021 അങ്ങ് സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ വാചകം ഞാൻ ഏറ്റെടുത്തു. 4 വർഷത്തിനുള്ളിൽ 2 എണ്ണം. ഒരഭിഷക്തൻ പ്രസംഗിക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ ഉടക്കിയാൽ നീ പറയണേ, എന്നോടായി ദൂത്. എൻ്റെ തലയിൽ കയറി ഓടിയവർ കാണുക, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കൈയടിച്ച് പറ കുഞ്ഞെ, വാതറ ദൈവത്തെ സൂചിച്ചോണ്ട് പറ. എവിടെ അപമാനിക്കപ്പെട്ടോ? എവിടെയൊക്കെ വെച്ച് നീ കരഞ്ഞോ? ശബറിയ ആരൊക്കെ താഴ്ത്താൻ നോക്കിയോ? അവരുടെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കർത്താവെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാം എഴുന്നേറ്റ്